Hi children, നമ്മൾ ഇന്ന് The Danger of a Single Storyയുടെ പാരഗ്രാഫ് 6 മുതൽ 9 വരെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു അടീക്ക് ഒറ്റ കഥയുടെ അപകടങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രഭാഷണങ്ങളിലൂടെ. അപ്പോൾ അടീച്ചയ്ക്ക് 19 വയസ്സുള്ളപ്പോൾ അടീച്ച് എന്ത് ചെയ്തു? നൈജീരിയ വിട്ട് US-ലെ സർവകലാശാലയിലേക്ക് പോകാൻ ഉള്ള ഒരു അവസരം കിട്ടി. അന്ന് അടീച്ചയ്ക്ക് 19 വയസ്സേ ഉണ്ടായിരുന്നു. അപ്പോൾ അടീച്ചയെ കണ്ടപ്പോഴേക്കും അമേരിക്കയിലെ അവളുടെ റൂമിൽ ഉണ്ടായിരുന്ന വെള്ളക്കാരി, അതായത് അമേരിക്കക്കാരിയായ റൂംമേറ്റ് ആകെ ഒന്ന് ഞെട്ടി. കാരണം എങ്ങനെയാണ് അടീച്ച ഇത്ര ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നവൾ ചോദിച്ചു. കാരണം ആ വെള്ളക്കാരിയുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ളവർക്ക് മാത്രമേ നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയൂ എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പം അടീച്ച് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കണ്ടപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം, ഇങ്ങനെ ഇത്രയും ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ അടീക്ക് പറഞ്ഞു നൈജീരിയയിലെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ റൂംമേറ്റ് ശരിക്കും ആശയക്കുഴപ്പത്തിലായി. അപ്പം ഈ നൈജീരിയൻ വംശജരുടെ ഒരു ഗോത്ര സംഗീതമുണ്ട്, മ്യൂസിക്, അത് കേൾപ്പിച്ചു തരുമോ എന്ന് ഈ റൂംമേറ്റ് അടീച്ചയോട് ചോദിച്ചു. കളിയാക്കിയാണ് ചോദിച്ചത്. അപ്പം നൈജീരിയ, അതായത് കറുത്ത വർഗക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഗോത്ര സംഗീതമുണ്ട്, അത് കേൾക്കാൻ പറ്റുമോ എന്ന് റൂംമേറ്റായ വെള്ളക്കാരി ഇവളോട് ചോദിച്ചു. അപ്പം ഇവള് അമേരിക്കയിലെ തന്നെ പ്രശസ്തയായ ഒരു ഗായികയുടെ ടേപ്പ്, മറിയ ക്വയറിയുടെ ടേപ്പ് ഈ റൂംമേറ്റിന് സമ്മാനിച്ചു. അപ്പം അതും കൂടി ആയപ്പോഴേക്ക് ഈ റൂംമേറ്റ് ആകെ ഞെട്ടിപ്പോയി. അടീച്ച് ഇത്രയും പരിഷ്കാരിയാണല്ലോ എന്നോർത്ത് അവള് ഞെട്ടിപ്പോയി. അടീച്ചയുടെ ഗോത്ര സംഗീതം കേൾക്കാനായിട്ട് ഇരുന്ന ആളിന് അവിടെ അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ ഒരു ഗായികയായ മരിയ ക്വയറിയുടെ ടേപ്പ് അടീച്ച് റൂംമേറ്റിന് സമ്മാനമായിട്ട് കൊടുത്തപ്പോൾ ഈ റൂംമേറ്റ് ആകെ നിരാശയിലായി. പിന്നെ ഈ അടീച്ചയെ കാണുന്നതിന് മുമ്പ് തന്നെ, അടീച്ച അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു നൈജീരിയ, അതായത് ആഫ്രിക്കക്കാരിയാണ് തൻ്റെ റൂമിൽ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അവളെ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഈ വെള്ളക്കാരിയായ റൂംമേറ്റിന് അടീച്ചയോട് സഹതാപം തോന്നിയിരുന്നു. അപ്പം ഈ ഒരു ആഫ്രിക്കക്കാരി എന്നുള്ള നിലയിൽ ഒരു തെറ്റായ ധാരണയാണ് ഈ റൂംമേറ്റിന് അടീച്ചയെ കുറിച്ചുണ്ടായിരുന്നത്. അത് ശരിക്കും ആ തെറ്റായ ധാരണ സദുദ്ദേശപരവും അതുപോലെ തന്നെ സഹായകരമായ ഒരു അനുകമ്പയായിട്ടാണ് തോന്നിയത് അടീച്ചയ്ക്ക്. അപ്പോൾ ഈ റൂംമേറ്റിന് അടീച്ചയെ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു സഹതാപം തോന്നി. ആ റൂംമേറ്റിന് ആഫ്രിക്കക്കാരി എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റായ ധാരണ, അടീച്ചയെ കുറിച്ചുണ്ടായിരുന്ന ഒരു തെറ്റായ ധാരണ തികച്ചും സൗഹാർദ്ദപരവും അതുപോലെ തന്നെ സഹായകരവുമായ ഒരു അനുകമ്പയായിട്ടാണ് തോന്നിയത്. ആർക്ക്? അടീച്ചയ്ക്ക്. കാരണം ഈ റൂംമേറ്റിന് ആഫ്രിക്കക്കാരെ കുറിച്ച് ആകെ ഒരു കഥ മാത്രമേ അറിയാവൂ എന്നുള്ള കാര്യമാണ് ഇവിടെ സ്പഷ്ടമാകുന്നത്. ഒരൊറ്റ കഥ മാത്രമേ ഈ റൂംമേറ്റിന് ആഫ്രിക്കൻ, അതായത് നൈജീരിയൻ വംശജരെ കുറിച്ച് അറിയാൻ പാടുള്ളായിരുന്നു. അപ്പം അത് തെറ്റായ ഒരു ധാരണയായിരുന്നു. അപ്പം ആ തെറ്റായ ഒരു അറിവിൽ ഈ ആഫ്രിക്കൻ വംശജര്, അതായത് അടീച്ച് നൈജീരിയയിലുള്ളതാണ്, അപ്പം അവര് ഒരിക്കലും ഈ റൂംമേറ്റ് വെള്ളക്കാരിയാണ്, റൂംമേറ്റിൻ്റെ അതുപോലെ ആകാൻ സാധ്യതയില്ലെന്നും അതുപോലെ തന്നെ അനുകമ്പയേക്കാൾ സങ്കീർണമായ ഒരു വികാരത്തിനും അവിടെ സ്ഥാനമില്ലായിരുന്നു. അതുപോലെ തന്നെ തുല്യ മനുഷ്യരാണ്
എന്നുള്ള ഒരു ബന്ധത്തിനും അവിടെ യാതൊരു വിലയും സ്ഥാനവും ഇല്ലായിരുന്നു. അപ്പം ഇതാണ് റൂംമേറ്റിന് അമേരിക്കക്കാരിയായ റൂംമേറ്റിന് നൈജീരിയൻ വംശജയായ അഡീച്ചയെ കുറിച്ചുണ്ടായിരുന്ന തെറ്റായ ധാരണ. ആ തെറ്റിദ്ധാരണ എന്തായിരുന്നു? ഒരിക്കലും നൈജീരിയയിൽ ജനിച്ചു വളർന്ന അഡീച്ചി അവളെപ്പോലെ, അതായത് റൂംമേറ്റിനെ പോലെ ആകില്ലെന്നും, അവള് വെള്ളക്കാരിയാണ്, അപ്പൊ അവളെപ്പോലെ ആകില്ലെന്നും, അതുപോലെ തന്നെ അനുകമ്പയേക്കാൾ കൂടിയ ഒരു സങ്കീർണമായ വികാരങ്ങൾക്കും അവിടെ സ്ഥാനമില്ലായിരുന്നു. അതുപോലെ തന്നെ തുല്യ മനുഷ്യരാണ് എന്നുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ലായിരുന്നു. ആഫ്രിക്കക്കാര് എപ്പോഴും തങ്ങളെക്കാളും താഴ്ന്നാണ് ഇരിക്കുന്നത്, തങ്ങളോടൊപ്പം എത്തില്ല എന്നും തങ്ങളെപ്പോലെ തുല്യരായ മനുഷ്യരാണ് അവരും എന്ന് ഉൾക്കൊള്ളാനും അമേരിക്ക വംശജർക്ക് കഴിയില്ലായിരുന്നു. ഇതാണ് റൂംമേറ്റിന് നൈജീരിയക്കാരോട് ഉണ്ടായിരുന്ന ഒരു തെറ്റായ ധാരണ. ഇനി അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് ഈ അഡീച്ചി താൻ ഒരു ആഫ്രിക്കൻ വംശജ, അതായത് നൈജീരിയയിൽ ജനിച്ചു വളർന്ന ഒരു ആഫ്രിക്കൻ വംശജയാണെന്ന് ബോധപൂർവം മനസ്സിലാക്കാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. പക്ഷെ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ ചർച്ചയായി. മിക്ക ചർച്ചകളിലും ആഫ്രിക്കയെക്കുറിച്ച് പരാമർശം വന്നപ്പോഴേക്കും ആളുകളെല്ലാം കൂടി ഈ അഡീച്ചിയുടെ നേരെ തിരിഞ്ഞു. അപ്പം അവള് ഒരു ആഫ്രിക്കക്കാരി എന്നുള്ള ഒരു പുതിയ വ്യക്തിത്വം അവൾ സ്വീകരിച്ചു തുടങ്ങി. താൻ ഒരു ആഫ്രിക്കക്കാരിയാണെന്ന് അവര് പല രീതിയിലും ചിന്തിച്ച് തുടങ്ങുകയും ചെയ്തു. അപ്പൊ അതുവരെ താൻ ഒരു ആഫ്രിക്കക്കാരിയാണ്, നൈജീരിയയിൽ ജനിച്ചു വളർന്ന ആഫ്രിക്കക്കാരിയാണെന്നുള്ള ഒരു ചിന്ത അവയ്ക്കില്ലായിരുന്നു. പക്ഷെ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ ചർച്ചാ വിഷയമായി ആഫ്രിക്ക. അപ്പോൾ എല്ലാവരും അവളെ നേരെ തിരിഞ്ഞു നോക്കി. അപ്പൊ അവളുടെ ആ പുതിയ വ്യക്തിത്വം സ്വീകരിച്ചു തുടങ്ങി. താൻ ഒരു ആഫ്രിക്കൻ വംശജയാണെന്ന് പലതരത്തിലും അവള് ചിന്തിച്ച് തുടങ്ങി. അപ്പൊ അമേരിക്കയിലുള്ളവർക്ക് ഈ ആഫ്രിക്കക്കാരോട് ഒരു വെറുപ്പാണ് അല്ലേ. അപ്പം അമേരിക്കക്കാര് ആഫ്രിക്ക ഒരു രാജ്യമാണെന്ന് പരാമർശിച്ചപ്പോഴൊക്കെ, ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്ക ഒരു ഭൂഖണ്ഡമാണ്, പക്ഷെ ഈ അമേരിക്കക്കാര് ആഫ്രിക്ക ഒരു രാജ്യമാണെന്ന് പരാമർശിക്കുമ്പോഴൊക്കെ ഈ അഡീച്ചിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുമായിരുന്നു. അപ്പം അവിടെയും ഒരു ഒറ്റക്കഥയുടെ ആ ഒരു അപകടം ഉണ്ടായിരുന്നു. കാരണം ആ ആഫ്രിക്കൻ വംശജരെ കുറിച്ച് വളരെ തെറ്റായ നിലപാടായിരുന്നു അമേരിക്കൻ വംശജർക്കുണ്ടായിരുന്നത്. അത് കുറച്ചു നാള് റൂംമേറ്റിനോടൊപ്പം കഴിഞ്ഞപ്പോഴാണ് അഡീച്ചിക്ക് അവരുടെ ആ ഒരു മനോഭാവം ശരിക്കും മനസ്സിലായത്. ആഫ്രിക്കക്കാരോടുള്ള ആ ഒരു മനോഭാവവും സമീപനവും റൂംമേറ്റിനോടൊപ്പം കുറച്ചു നാള് കഴിഞ്ഞപ്പോഴാണ് അഡീച്ചിക്ക് മനസ്സിലായത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അഡീച്ച് നൈജീരിയയിൽ ജനിച്ചു വളർന്നില്ലായിരുന്നുവെങ്കിൽ നൈജീരിയയെ കുറിച്ച് ആളുകള് പറഞ്ഞ് പരത്തിയിരുന്ന കാര്യങ്ങള് വിശ്വസിച്ച് പ്രതിരൂപങ്ങൾ, ആളുകളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രതിരൂപങ്ങൾ വെച്ച് നൈജീരിയക്കാര് അവള് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്താണ് ഈ ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരവും നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയും മനോഹരമായ ജീവജാലങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണെന്നും അതുപോലെ തന്നെ വെള്ളക്കാരായ വിദേശികൾ വന്ന് ഈ ആഫ്രിക്കക്കാരെ രക്ഷപ്പെടുത്താനിരിക്കുകയാണെന്നും
തങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കാൻ കഴിയാത്തവരാണെന്നും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ആഫ്രിക്കയിലുള്ളതെന്നും എല്ലാം ആണ് ഈ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നത്. അപ്പം ഇതെല്ലാം ആളുകളുടെ മനസ്സിലുണ്ടായ ആഫ്രിക്കയെക്കുറിച്ചുള്ള ഒറ്റ കഥയുടെ അപകടമാണ്, പ്രതിരൂപങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല ആഫ്രിക്ക. മനോഹരമായ സ്ഥലമാണെന്നും ജീവജാലങ്ങളുണ്ടെന്നും വിദേശികൾ വന്ന് രക്ഷപ്പെടുത്താനിരിക്കുന്ന സ്ഥലമാണെന്നും തങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെന്നും അതുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളാണ് ഉള്ള സ്ഥലമെന്നും ഒക്കെയാണ് ആളുകൾ ഈ ആഫ്രിക്കയെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്ന തെറ്റായ ധാരണ. അത് ആര് വിശ്വസിച്ചേനെ? അഡീക്കിയും വിശ്വസിച്ചേനെ. അവള് അവിടെ നൈജീരിയയിൽ ജനിച്ച് വളർന്നില്ലായിരുന്നുവെങ്കിൽ ആളുകളുടെ മനസ്സിൽ ഈ ആഫ്രിക്കയെക്കുറിച്ചുണ്ടായിരുന്ന ആ പ്രതിരൂപങ്ങൾ, ഒറ്റക്കഥയുടെ അപകടം, ആ ഒറ്റക്കഥ ആളുകൾ ഇങ്ങനെയാണ് വിശ്വസിച്ച് വെച്ചിരുന്നത്. അത് അവളും വിശ്വസിച്ച് പോയേനെ. അവള് നൈജീരിയയിൽ ജനിച്ച് വളർന്നില്ലായിരുന്നുവെങ്കിൽ, അവിടെ ജനിച്ച് വളർന്നത് കൊണ്ട് ആളുകൾ കരുതി വച്ചിരിക്കുന്ന ഈ ഒറ്റക്കഥ ശരിക്കും തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി. ഏതുപോലെയായി തീർന്നനെ? ഫിഡയുടെ കുടുംബം വളരെ ദാരിദ്ര്യപ്പെട്ടതാണ് എന്നവള് കുട്ടിക്കാലത്ത് അവളുടെ അമ്മയിൽ നിന്നും കേട്ട് വെച്ചുകൊണ്ട് ആ ഒരു ഒറ്റക്കഥയിൽ ഉറച്ച് വിശ്വസിച്ച് ഇരുന്നത് പോലെ ആയി തീർന്നേനെ. അവള് നൈജീരിയയിൽ ജനിച്ച് വളർന്നില്ലായിരുന്നുവെങ്കിൽ ഈ ആളുകൾ നൈജീരിയയെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന സങ്കല്പങ്ങളെല്ലാം ശരിയാണെന്ന് അവളും വിശ്വസിച്ച് വന്നേനെ. ഫിഡയുടെ കുടുംബം വളരെ ദാരിദ്ര്യപ്പെട്ടതാണെന്നും അവർക്കൊന്നും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നുമാണ് അവള് അമ്മയിൽ നിന്നും കേട്ട് വളർന്ന് പഠിച്ചു വന്നിരുന്നത്. പക്ഷെ അവരെ വീട് സന്ദർശിച്ചപ്പോൾ മനോഹരമായ കുട്ടയൊക്കെ ഉണ്ടാക്കാൻ ഫിഡയുടെ സഹോദരന് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അവൾ അത്രയും നാള് മനസ്സിൽ കൊണ്ടുകിടന്ന ഫിഡയുടെ കുടുംബം ദാരിദ്ര്യമുള്ളതാണ് എന്നുള്ള ഒരു ധാരണ അവൾക്ക് മാറിക്കിട്ടി. അപ്പം ഒറ്റക്കഥയുടെ അപകടം വളരെ വലുതാണെന്നും നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ട് വിശ്വസിക്കരുതെന്നും പല ആളുകൾക്കും, പല രാജ്യത്തിലെ ആളുകൾക്കും, പല രാജ്യങ്ങൾക്കും പല വിധത്തിലുള്ള വേഷവിധാനം, വസ്ത്രവിധാനം, സംസ്കാരം, ഭാഷ എല്ലാം പ്രത്യേകങ്ങളാണ്. പ്രത്യേകം പല രീതിയിലാണ്. അപ്പം അതിനെക്കുറിച്ച് മൊത്തം മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു വശം മാത്രം മനസ്സിലാക്കി ഒന്നും ആരെയും വിലയിരുത്തരുത്, അങ്ങനെയുള്ള ഒറ്റക്കഥകളൊന്നും വിശ്വസിക്കരുത് എന്നാണ് അഡീച്ചി ഇവിടെ പറയുന്നത്. അപ്പം പാരഗ്രാഫ് 6 മുതൽ 9 വരെയുള്ള പാരഗ്രാഫിൻ്റെ തർജ്ജമയാണ് ഇപ്പോൾ ഞാൻ തന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ടത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.